ലോകത്ത് ക്രിസ്ത്യാനികൾ ഇന്ന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യൂറോപ്പിലും മറ്റും കുടിയേറ്റ ഭീകരത അങ്ങേയറ്റമായി തുടരുകയാണ്. ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിൽ അവിടെയുള്ള സിവിലിയൻസിന് പോലും താമസിക്കാൻ വയ്യാത്ത വലിയ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ ക്രിസ്ത്യാനികൾ തെരുവിലിറങ്ങുന്ന കാഴ്ച സിറിയയിൽ പോലും നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു വിമത സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് മതം നോക്കാതെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരേണ്ടതെല്ലാം തരുമെന്ന് പറഞ്ഞെങ്കിലും അവിടെ ക്രിസ്മസ് ട്രീ അടക്കം കത്തിക്കുന്ന ക്രിസ്ത്യൻ വീടുകൾ ആക്രമിക്കപ്പെടുന്ന കാഴ്ച കണ്ടതാണ്. ബംഗ്ലാദേശിലും സമാനമായിട്ടുള്ള സാഹചര്യം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഒരു രാജ്യമുണ്ട്. ക്രിസ്ത്യാനികൾ അവിടെ നിന്നും തുടച്ചു നീക്കാനായി പോവുകയാണ്. ക്രിസ്ത്യാനികളെ തുടച്ചു നിൽക്കാനായി പോവുകയാണ്. ഇപ്പോൾ വെറും 5% ക്രിസ്ത്യാനികൾ മാത്രമാണ് ആ രാജ്യത്തുള്ളത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ 5% ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനായി ഇവർ തെരുവിലിറങ്ങി പോരാടേണ്ട അവസ്ഥയാണ്. പല ക്രിസ്ത്യാനികളും അവിടെ തെരുവിൽ തന്നെയാണ് എന്ന് നമുക്കറിയാം. UN അടക്കം ഈ രാജ്യത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വലിയ ലോകരാജ്യങ്ങളൊന്നും ഈ രാജ്യത്തിന്റെ പേര് പോലും പറയാനായി അവർ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. മറിച്ച് ഈ രാജ്യത്തിന്റെ റിസോഴ്സുകൾ, ഇവരുടെ എണ്ണ, സ്വർണം, അങ്ങനെയുള്ള റിസോഴ്സുകൾ മാത്രമാണ് ലോകരാജ്യങ്ങൾക്ക് ആവശ്യം. അത് ഖനനം ചെയ്യാൻ ചൈന പോലുള്ള, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ രാജ്യത്ത് എന്നറിയാം. വേറൊരു രാജ്യമല്ല അത്. ഈ രാജ്യം സുഡാനാണ്. യമനിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നത് സുഡാനിലാണ് എന്ന് UN തന്നെയാണ് പറഞ്ഞത്. അത്രയ്ക്ക് ദുരിതത്തിലാണ് അവിടെയുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്ന് നമുക്കറിയാം. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോയി വരാം. സുഡാനിൽ സിവിൽ വാർ നടക്കുകയാണ് എന്ന് നമുക്കറിയാം. സിവിൽ വാർ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്നായും നിങ്ങൾ വിചാരിക്കുക. സംഭവം സത്യമാണെങ്കിലും ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടത്തിന് വലിയ രീതിയിൽ ചരിത്രവുമായി ഒരു ബന്ധമുണ്ട്. ഇസ്ലാമിസ്റ്റ് ഭീകരതയുമായി ഒരു ബന്ധമുണ്ട്. അവിടെയുള്ള സ്വേച്ഛാധിപതിയായി ഭരിച്ച ഒരു ഭരണാധികാരി പട്ടാള അട്ടിമറിയിലൂടെ 1989 അവിടെ അധികാരത്തിലേറി 2019 സ്ഥാനഭ്രഷ്ടനായ ഒരു ഭരണാധികാരിയുമായി ഇതിന് വലിയ രീതിയിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അൽ ബഷീർ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയാണ് അവിടെ 1989 മുതൽ പട്ടാള അട്ടിമറിയിലൂടെ ഭരിച്ചുകൊണ്ടിരുന്നത്. പട്ടാള അട്ടിമറി നടത്തി 1989 മുതൽ 2019 വരെ അയാൾ ഭരിച്ചുകൊണ്ടിരുന്നു. കടുത്ത ഇസ്ലാമിക വർഗീയവാദിയായിരുന്നു ഈ അൽ ബഷീർ എന്ന് പറയുന്നത്. അയാൾക്ക് കീഴിൽ അവിടെ ക്രിസ്ത്യാനികൾ വെറും 5% ചുരുങ്ങി എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. 2003 മുതൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ അനറബികളായിട്ടുള്ള സകല ആൾക്കാരെയും ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയൊക്കെ അവിടെ നടന്നു വരുന്നുണ്ട്. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ക്രിസ്ത്യാനികൾ അവിടെ ദുരിതത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും ആ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ. ഈ അൽ ബഷീർ എന്ന് പറയുന്ന ആളെ പുറത്താക്കുന്നത് SAF എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്. SAF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഡാനിയൻ ആർമി ഫോഴ്സ്, ഇതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. SAF എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഇയാളെ പുറത്താക്കുന്നു. ഇയാളെ പുറത്താക്കി അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ഭരണം കൊണ്ടുവരാനായി ശ്രമിക്കുന്നു. ഓൾട്ടർനേറ്റീവ് ഭരണത്തിനായി SAFലെ ജനറൽ അൽ ബുർഹാറാണ് ഈ അൽ ബഷീറിനെ പുറത്താക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഭരണത്തിനായി അബ്ദുള്ള ഹാംദോക്കിന് കീഴിൽ ഒരു സിവിലിയൻ സർക്കാരിനെ ഇയാൾ രൂപീകരിക്കുന്നു. അപ്പോഴേക്കും അവിടെ ക്രിസ്ത്യാനിറ്റി 5% മാറിയിരുന്നു. ഇതോടുകൂടി ക്രിസ്ത്യൻസ് എല്ലാം അവിടെ വലിയ രീതിയിൽ സന്തോഷത്തിലായി. കാരണം ഇനി മുതൽ തങ്ങൾക്ക് ഈ രാജ്യത്ത് യാതൊരുവിധ പ്രശ്നവും വരികയില്ല എന്നാണ് ഇവർ ആ സമയത്ത് വിശ്വസിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല ആ സമയത്ത് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ചരിത്രമാണ്. യഥാർത്ഥത്തിൽ പുതിയൊരു സിവിലിയൻ സർക്കാർ വന്നപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾക്ക് വലിയ ശുഭാപ്തി വിശ്വാസം തന്നെയായിരുന്നു. IMF അവർക്ക് ധനസഹായം അനുവദിച്ചുകൊണ്ട് സ്റ്റേറ്റ് സ്പോൺസേർഡ് ഓഫ് ടെററിസം ലിസ്റ്റിൽ നിന്ന് പോലും സുഡാനെ മാറ്റി നിർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 2 വർഷത്തിന് ശേഷം രാജ്യം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിരീക്ഷണ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന കാഴ്ച കാണാൻ സാധിച്ചു. മതനിന്ദ നിയമത്തിലധികം വലിയ രീതിയിലുള്ള കുറവ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇളവ് അവിടെ കൊണ്ടുവന്നു. ഇതോടുകൂടി ക്രിസ്ത്യാനികൾ സന്തോഷത്തിലായി. പക്ഷേ ഈ സന്തോഷം 2019 നിന്നും 2021 വരെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ SAF എന്ന് പറയുന്ന ഫോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സുഡാനി ആർമി ഫോഴ്സ്. ഇതുപോലെ മറ്റൊരു ഫോഴ്സ് അവിടെയുണ്ട്. ഈ ഫോഴ്സിന്റെ പേരാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തലവൻ എന്ന് പറയുന്നത് മുഹമ്മദ് ഹംദാൻ ഡഗാലെ എന്ന് പറയുന്ന ആളാണ്. SAFന്റെ തലവൻ എന്ന് പറയുന്നത് ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ ആണ്. ഈ 2 ഫോഴ്സും തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉടലെടുക്കുന്ന സാഹചര്യം 2021 ഉണ്ടായിരുന്നു. സംഘർഷം ഉടലെടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ഫോഴ്സുകളും തമ്മിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നു, ഒരു ആഭ്യന്തര കലഹം അവിടെ ഉണ്ടാകുന്നു. SAF എന്ന് പറയുന്ന ഫോഴ്സ് RSP എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ അവരുടെ സൈന്യത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഈ ശ്രമം മനസ്സിലാക്കിയ RSPയും SAFും തമ്മിൽ വലിയ യുദ്ധത്തിനായി ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഈ ആഭ്യന്തര യുദ്ധത്തിൽ SAF എന്ന് പറയുന്ന
പറയുന്ന ഫോഴ്സ് RSP എന്ന് പറയുന്ന ഫോഴ്സിനെ നേരിടാൻ ഒരുങ്ങുന്നു. പക്ഷേ RSP റാപ്പിഡ് സപ്പോർട്ട് RSF റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഈ മറ്റേ സുഡാനിയൻ ആർമി ഫോഴ്സിനെ നേരിടാൻ തിരഞ്ഞെടുത്തത് ക്രിസ്ത്യൻ പള്ളികളാണ്. ക്രിസ്ത്യൻ പള്ളികൾ ഇവർ തമ്പടിക്കുന്നു, ക്രിസ്ത്യൻ പള്ളികൾ ഇവിടെ പോരാളികളുടെ താവളമാക്കുന്നു, വിശ്വാസികളെ കൊല്ലുന്നു, വിശ്വാസികളെ ആട്ടിയകറ്റുന്നു. അങ്ങനെ 165 പള്ളികൾ അവരവിടെ കീഴ്പ്പെടുത്തി. ഈ 165 പള്ളികളും അവിടെ തകർക്കപ്പെട്ടു. ഇതുവരെ 165 പള്ളികളാണ് തകർക്കപ്പെട്ടത്. ക്രിസ്ത്യൻ പാസ്റ്റർമാരെ തെരഞ്ഞു പിടിച്ച് അവിടെ ഇതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള സുഡാനിയൻ ഫോഴ്സ് കൊല്ലുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. ഇതിലെല്ലാം മനം മടുത്ത് ഇപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ തെരുവിലാണ്. ഇനിയുള്ള 5% സംരക്ഷിച്ച് നിർത്തണം, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾ തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത്. അവിടുത്തെ ജനസംഖ്യ തന്നെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമായിരുന്നു. എന്നാൽ അവിടെ വലിയ രീതിയിൽ ക്രിസ്ത്യാനികൾക്ക് അപജയം സംഭവിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുന്നത്. ജിഹാദിസ്റ്റ് ഭീകരം പൂർണ്ണമായും കീഴടക്കുന്നതിന് മുമ്പേ 5% ക്രിസ്ത്യാനികളെയെങ്കിലും തങ്ങൾക്ക് രക്ഷിച്ചെടുക്കണം എന്നാണ് അവിടെയുള്ള ക്രിസ്ത്യൻ സംഘടനകളും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.